എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു പവർഫുൾ ആയുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു പെന്നും പേപ്പറും ഒക്കെ എടുത്തു വയ്ക്കുക. സാധാരണ ഏത് സ്ട്രാറ്റജി നിങ്ങൾ പഠിക്കുമ്പോഴാണെങ്കിലും എഴുതിയെടുക്കുക. എഴുതിയെടുത്താൽ മാത്രം നിങ്ങൾക്ക് ആ സ്ട്രാറ്റജി മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെ അവസാനം വരെ കാണണം. ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പറയും. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ സംഭവം മിസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിംഗ് സെറ്റപ്പ് മുഴുവൻ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഡയറി എടുത്ത് വയ്ക്കുമായിരുന്നു. ആ ഡയറിയിൽ സ്ട്രാറ്റജി ഫുള്ള് ഞാൻ എഴുതി വയ്ക്കും. ഫുൾ വീഡിയോ കാണും, സ്ട്രാറ്റജി എഴുതും, വീണ്ടും ഞാൻ റിവൈസ് ചെയ്ത് കാണും, 2-3 തവണ ഓടിച്ചിട്ട് കാണും. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തെങ്കിലും മിസ്സാക്കിയിട്ടുണ്ടോ ഇല്ലയോ. ഫുൾ സ്ട്രാറ്റജി മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ട്രേഡ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളും ഇപ്പോൾ ഫ്രീ ആണെങ്കിൽ ഒരു പെന്നും പേപ്പറും എടുത്ത് വയ്ക്കുക. അല്ലെങ്കിൽ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങളത് ഫുള്ളായിട്ട് കാണുക. ഇടയ്ക്ക് വെച്ച് നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോഴോ ഉറങ്ങുമ്പോഴോ കണ്ടിട്ട് കാര്യമില്ല. കാരണം നമ്മൾ പൈസ വെച്ചാണ് കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾ ഡയറി ഇല്ലാത്തൊരു ബുക്കോ പേപ്പറോ എന്തെങ്കിലും എടുക്കുക. അവിടെ ചെറുതായിട്ടൊന്ന് എഴുതി വയ്ക്കുക ഓരോ സ്റ്റെപ്പുകൾ പറയുന്നത്. അതാണ് ട്രേഡിങ്ങിൽ ഏറ്റവും വേണ്ടത്. നമുക്കൊരു കൺസിസ്റ്റൻസി വേണം, അതുപോലെ ഡിസിപ്ലിൻ വേണം. ഈ 2 സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് പഠിക്കുന്നത് നമ്മൾ 5 EMA ആണ്. ഞാൻ 5 EMAയുടെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മോഡിഫൈഡ് വെർഷനാണ്, അത് വലിയൊരു വെർഷനാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തൊട്ട് എങ്ങനെയാണ് ട്രേഡിംഗ് സെറ്റപ്പ് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ആപ്പിലാണെങ്കിലും ഇതുപോലെ ചാർട്ട് കിട്ടുന്നതാണ്. ഇത് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ്. tradingview.com എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോക്കിൻ്റെ പേരെടുക്കാവുന്നതാണ്. ഞാൻ ഇന്നത്തെ സ്ട്രാറ്റജി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ നിഫ്റ്റി 50 അതുപോലെ ഇൻഡെക്സുകളിലാണ്. ഞാൻ നിഫ്റ്റിന്ന് അടിച്ചു കൊടുത്തു, നിഫ്റ്റി 50 വന്നു. ഇവിടെ നമുക്ക് ചാർട്ട് വന്നു. ഇവിടെ നമുക്ക് ഇന്ന് വേണ്ടത് 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പല പല ടൈം ഫ്രെയിം ഉണ്ട്. 5 സെക്കൻഡ്സ് ഉണ്ട്, 10 സെക്കൻഡ്സ് ഉണ്ട്, 15 മിനിറ്റ് ഉണ്ട്, 10 മിനിറ്റ് ഉണ്ട്. ഇന്നത്തെ 5 EMA സ്ട്രാറ്റജി സെല്ലിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ അതിന് വേണ്ടി 5 മിനിറ്റ്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ വേണ്ടത് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ്. അതിനുവേണ്ടി ഇൻഡിക്കേറ്ററിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ മൂവിങ് ആവറേജ് മൂവിങ് കൊടുക്കുമ്പോൾ തന്നെ ഈ റൈറ്റ് സൈഡിൽ കാണാം മൂവിങ് ആവറേജ് എക്സ്പൊണൻഷ്യൽ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ലൈൻ വരും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടത്, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് ലെങ്ത് 9 ആണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടത് 5 ആണ്. 5 അടിച്ചു കൊടുക്കുക. അതിനുശേഷം വേറെ ഒന്നും ചേഞ്ച് ചെയ്യാനില്ല. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ലൈൻ, അതായത് EMA ഇവിടെ വന്നിട്ടുണ്ട്. ബ്ലൂ കളറിൽ കാണുന്നതാണ് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ്. നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് പറഞ്ഞുതരാം. വെറുതെ പഠിച്ചു പോകുന്നതിലും നല്ലത് ഇതാണല്ലോ. ഇപ്പോൾ ഇതാണ് നമ്മുടെ EMA എന്ന് വിചാരിക്കുക. EMAയുടെ കൂടെ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിൻ്റെ കൂടെയാണ് എപ്പോഴും നമ്മുടെ സ്റ്റോക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് മൂവ് ചെയ്യുന്നത്, അതിൽ പ്രൈസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓരോ ക്യാൻഡിലെന്ന് ഓർക്കുക. ഇതിങ്ങനെയാണ് പോകുന്നത്. പക്ഷെ ചില സമയങ്ങളിൽ ഈ പ്രൈസ് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിന് മുകളിൽ വന്ന് നിൽക്കാറുണ്ട്. അതായത് മൂവിങ് ആവറേജിനും പ്രൈസിനും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ട്രേഡ് എടുക്കേണ്ടത്. അതായത് ഇത് 5 മിനിറ്റ് ക്യാൻഡിൽ സ്റ്റിക്കാണ്. ഇപ്പം ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞെങ്കിൽ ഇതാണ് നമ്മുടെ അലേർട്ട് ക്യാൻഡിൽ എന്ന് പറയുന്നത്, ഈ ക്യാൻഡിൽ. അതിനുശേഷം ഈ ക്യാൻഡിൽ എപ്പോഴാണ് ബ്രേക്ക് ആവുന്നത് അവിടെ നമുക്ക് ട്രേഡ് എടുക്കാം. ഇപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഇത് ബ്രേക്ക് ചെയ്യാണ്ട് അടുത്ത ക്യാൻഡിൽ അതിന് മുകളിലേക്ക് വന്നിരിക്കും. ഇതിന് മുകളിൽ ഇതാ ഇങ്ങനെ വന്നിരിക്കും. ഇപ്പം നമ്മുടെ അലേർട്ട് ക്യാൻഡിൽ ഇതായിട്ട് മാറിയിട്ടുണ്ട്. പുതിയ ക്യാൻഡിലാണ് നമ്മുടെ അലേർട്ട് ക്യാൻഡിൽ. അപ്പോൾ ഇതിന് താഴെ എപ്പോൾ വരുന്നോ അവിടെ നമ്മൾ ട്രേഡ് എടുക്കും. അതാണ് ഇതിൻ്റെ ലോജിക്ക് വരുന്നത്. അതായത് സാധാരണ ലോജിക്കിൽ പറയുന്നത് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിൻ്റെ കൂടെ തന്നെയായിരിക്കും പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഇൻ കേസ് പ്രൈസ് ഇതുപോലെ മുകളിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ പ്രൈസ് താഴെ വന്ന് മൂവിങ് ആവറേജിൻ്റെ അടുത്തേക്ക് വന്ന് ഇതിൻ്റെ കൂടെ ഇങ്ങനെ പോകും. ഇല്ലെങ്കിൽ ഈ മൂവിങ് ആവറേജ് മുകളിലേക്ക് ചെല്ലും, എന്നിട്ട് പ്രൈസിൻ്റെ മൂവ് ചെയ്യും. ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. അപ്പം നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്
നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ പ്രൈസ് താഴേക്ക് വന്ന് മൂവിങ് ആവറേജിൻ്റെ കൂടെ നടക്കാനായിട്ട് ശ്രമിക്കും. ഇവിടെയാണ് നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടത് 5 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിലാണ് നമുക്ക് വേണ്ടത്. ദെൻ 5 EMAയുടെ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് വേണം. ഈ സ്ട്രാറ്റജി സെല്ലിങ്ങിന് വേണ്ടി മാത്രമാണ്, ഓർക്കുക. ഇത് ബൈ ചെയ്യാനുള്ള സ്ട്രാറ്റജി അല്ല. സെല്ലിങ് പ്രത്യേകം എഴുതുകയാണ്. സെല്ലിങ്ങിൽ എന്ത് സെല്ല് ചെയ്യാം? നമുക്ക് പി ബൈ ചെയ്യാം, അതായത് പുട്ട് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പുട്ട് ബൈ ചെയ്ത് സെല്ല് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചേഴ്സ് സെല്ല് ചെയ്യാം. ഫ്യൂച്ചർ സെൽ. ഇതിനാണ് ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. ഇത് ബൈയിങ് സ്ട്രാറ്റജി അല്ല. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക്സ്. ഇനി നമുക്ക് നേരെ ചാർട്ടിലേക്ക് പോയിട്ട് നമ്മുടെ ഒറിജിനൽ ചാർട്ടിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം ഇത് 5 മിനിറ്റ്സിൻ്റെ നിഫ്റ്റി 50യുടെ ഇൻഡെക്സ് ചാർട്ടാണ്. ഞാനത് സൂം ചെയ്യാം നിങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് പ്രൈസ്. ഇവിടെ ഇത് ഡേ സ്റ്റാർട്ട് ചെയ്തതാണ്. ക്യാൻഡിൽ വന്ന് ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ 5 EMAയ്ക്കും ഈ ക്യാൻഡിലും തമ്മിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാൻഡിലാണ് നമ്മുടെ അലേർട്ട് ക്യാൻഡിൽ. ഈ അലേർട്ട് ക്യാൻഡിലിലെ ലോ, അതായത് ഈ പോർഷൻ, ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ട്രേഡ് നോക്കൂ, നല്ല അടിപൊളി ട്രേഡാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ബ്രേക്ക് ചെയ്തു. ഈ ക്യാൻഡിലിൻ്റെ അലേർട്ട് ക്യാൻഡിലിൻ്റെ ടോപ്പാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് ടാർഗറ്റ് എന്ന് പറയുന്നത് 1:3 ആണ്. ടാർഗറ്റ് 1:3. അതായത് നമ്മൾ 1 രൂപയാണ് ഈ ക്യാൻഡിലിൻ്റെ ടോട്ടൽ എത്രയാണെന്ന് നോക്കുക. അലേർട്ട് ക്യാൻഡിൽ, ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഇതിൻ്റെ 3 ഇരട്ടിയാണ് നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം സുഖമായിട്ട് നിങ്ങൾക്ക് 1:3 അല്ല, അതിലും കൂടുതൽ കിട്ടും. നിങ്ങൾ ആദ്യമായിട്ട് ട്രേഡ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ 1:3 എക്സിറ്റ് ആവുക. നിങ്ങൾ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് ഇറങ്ങുക. നിങ്ങൾക്ക് ഒരു തവണ പ്രോഫിറ്റ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഫുൾ ക്യാപ്ചർ ചെയ്യാമെന്ന് മനസ്സിലാവും. ഈ ട്രേഡ് ഫുള്ള് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അതായത് നമ്മൾ ട്രെയിൽ ചെയ്യുക എന്ന് പറയും. നമ്മൾ 1:3 വന്നു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ചേഞ്ച് ചെയ്ത് മാക്സിമം നമ്മൾ റൈഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് ട്രേഡ് ചെയ്യുന്നവർ ആദ്യം പ്രോഫിറ്റ് കുറച്ച് ഉണ്ടാക്കുക, എന്നാലും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് 1:3 വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ട്രേഡ് എക്സിറ്റ് ചെയ്യുക. അതാണ് ഈ സ്ട്രാറ്റജിയിൽ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. നമ്മളിത് ടാർഗറ്റ് 1:3 ആയതുകൊണ്ട് മാക്സിമം 3 ട്രേഡ് എടുക്കാവുള്ളൂ. നിങ്ങൾക്ക് ഫസ്റ്റ് ട്രേഡ് ലോസായി, സെക്കൻഡ് ട്രേഡ് ലോസായി, തേർഡ് ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് നിർത്തുക. അന്ന് നിങ്ങൾ വേറെ ട്രേഡ് എടുക്കാനായിട്ട് പോകരുത്. നിങ്ങൾക്ക് അടുത്ത ദിവസം കിട്ടും, ഒത്തിരി ട്രേഡ് കിട്ടും. ഇതിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ടാർഗറ്റ് 1:3 ആണ്. അപ്പോൾ നിങ്ങൾ 50 ട്രേഡ് എടുത്തു, അതിൽ 20 സ്റ്റോപ്പ് ലോസ് അടിച്ചാലും 25 സ്റ്റോപ്പ് ലോസ് അടിച്ചാലും നിങ്ങൾക്ക് നഷ്ടം വരില്ല. കാരണം നിങ്ങൾ ഇപ്പോൾ 1 പോയിന്റാണ് സ്റ്റോപ്പ് ലോസ് എന്ന് ഓർക്കുക. നിങ്ങൾ 25 പോയിന്റ് നഷ്ടപ്പെടുത്തിയെങ്കിലും ബാക്കിയുള്ള 25 × 3 പോയിന്റ് കിട്ടും. അത് നമുക്ക് 75 പോയിന്റ് കിട്ടും. അതിൽ നമുക്ക് നമ്മുടെ നഷ്ടം കഴിച്ച് 50 പോയിന്റ് സുഖമായിട്ട് കിട്ടും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുള്ള ടെൻഷൻ അടിക്കേണ്ട. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും ഇതിൽ. പക്ഷേ നമ്മുടെ ടാർഗറ്റ് എപ്പോഴും 1:3 വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും പ്രോഫിറ്റിലായിരിക്കും. നമുക്ക് കുറച്ച് എക്സാമ്പിളോട് നോക്കാം. ഇതിൽ ഈ ട്രേഡിൽ നമുക്ക് വേറെ കിട്ടിയിട്ടില്ല അന്ന്. ഇവിടെ നിങ്ങൾക്ക് നോക്കാം. ഞാനിത് പഴയത് മായ്ച്ചു കളയാം. ഈ ട്രേഡിൽ നോക്കുക, ഇവിടെ വന്നു. ഫസ്റ്റ് അലേർട്ട് ക്യാൻഡിൽ ഇതാണ്. ഈ ക്യാൻഡിൽ ബ്രേക്ക് ആയിട്ടില്ല, ഇതിന് ലോ ബ്രേക്ക് ചെയ്തില്ല. അപ്പോൾ നമ്മൾ അടുത്ത ക്യാൻഡിൽ നോക്കുക. അടുത്ത റെഡ് ക്യാൻഡിൽ ഇതാണ് നമ്മുടെ അലേർട്ട് ക്യാൻഡിൽ. ഈ അലേർട്ട് ക്യാൻഡിലിൻ്റെ ലോ എപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു, അപ്പോൾ ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ലോ ബ്രേക്ക് ചെയ്തു, നമ്മുടെ ഇവിടെ വന്നു, നമുക്ക് ഇവിടെ എക്സിറ്റ് അടിക്കാവുന്നതാണ്.
അത് ഒരു ട്രേഡാണ്. നമ്മൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ട്രേഡ് കിട്ടിയിട്ടില്ല. നമ്മൾ എൻഡ് ഓഫ് ദി ഡേ ഒരിക്കലും ട്രേഡ് എടുക്കാനായിട്ട് പോകരുത്. ഇത് നമ്മുടെ ക്ലോസിംഗ് സമയമാണ്, 3 മണി 3:15 സമയമാണ്. ഇവിടെ ഒരിക്കലും ട്രേഡ് എടുക്കാൻ പോകരുത്, കാരണം നമുക്ക് സമയമില്ല. ഇനി അടുത്തത് നമുക്ക് ഇവിടെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അലേർട്ട് ക്യാൻഡിലായിട്ട് വരുന്നത്. ഈ റെഡ് ക്യാൻഡിലാണ് നമ്മുടെ അലേർട്ട് ക്യാൻഡിൽ, ആദ്യത്തെ അലേർട്ട് ക്യാൻഡിൽ. അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ ട്രേഡ് എടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ട്രേഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ട്രേഡ് വേറെ എക്സാമ്പിളോടെ നോക്കാം. ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ വെച്ച് നമ്മൾ തിയററ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇത് വർക്ക് ആവില്ല എന്ന്. ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ ഞാൻ ലൈവായിട്ടാണ് കാണിക്കുന്ന ചാർട്ടുകൾ. ഇത് നമ്മൾ നോക്കിയ ക്യാൻഡിലായിരുന്നു. ഇവിടെ നമ്മൾ നോക്കിയിട്ടില്ല, ഇവിടെയും കാണിച്ചു തരാം. ഇപ്പം ഇവിടെ നമ്മൾക്ക് വന്നിരിക്കുന്നത് അലേർട്ട് ക്യാൻഡിൽ ഇതാണ്. ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്ത ക്യാൻഡിൽ വന്നു, പിന്നെ ഈ ക്യാൻഡിൽ ടച്ച് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. വീണ്ടും നമുക്ക് ഇവിടെ ഒരു അലേർട്ട് ക്യാൻഡിൽ ഡെവലപ്പ് ചെയ്തു. അതായത് EMAയ്ക്കും ക്യാൻഡിലിൻ്റെ ലോയും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇത് നമ്മുടെ അലേർട്ട് ക്യാൻഡിലാണ്. ഇതിൻ്റെ ലോ എപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു അപ്പോൾ ട്രേഡ് എടുക്കാം. ഇവിടെ അടുത്ത ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്തു. നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് നല്ലൊരു റാലി ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്ട്രാറ്റജി. ഇതിൻ്റെ ബൈയിങ് സ്ട്രാറ്റജി ഞാൻ വേറെ വീഡിയോ ഇടുന്നതാണ്. അതിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ടൈം ഫ്രെയിം വ്യത്യാസമാണ്. ഞാനത് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ സ്ട്രാറ്റജി എപ്പോഴും വർക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലത് ഇൻഡെക്സുകളിലാണ്. നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി, അതിലൊക്കെയാണ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്, നല്ല പോയിന്റ് കിട്ടുന്നത്. രണ്ടിലും വർക്ക് ചെയ്യും, സ്റ്റോക്സിൽ വർക്ക് ചെയ്യുന്നതാണ്. എന്നാലും പോയിന്റ് കൂടുതൽ കിട്ടാനും ടാർഗറ്റ് കൂടുതൽ കിട്ടാനും ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ നിഫ്റ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി, അതിലൊക്കെയാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. എല്ലാവരും പൈസ ഉണ്ടാക്കട്ടെ. കാരണം മാർക്കറ്റിൽ ഒത്തിരി പൈസയുണ്ട്. നമ്മൾ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഒത്തിരി പൈസ നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനാണ് എല്ലാവരും പണം ഉണ്ടാക്കട്ടെ. നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ അടുത്ത ആൾക്കാരെ ഉണ്ടാക്കട്ടെ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ പലതവണ കാണുക, കാരണം ഇത് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ, സ്ട്രാറ്റജി മനസ്സിലായില്ലെങ്കിൽ 2, 3 തവണ 4 തവണ 5 തവണ കൊണ്ടോ ഒരു പ്രശ്നമില്ല. സ്ട്രാറ്റജി നന്നായിട്ട് മനസ്സിലാക്കുക, പഠിക്കുക, പേപ്പർ ട്രേഡ് ചെയ്യുക, ബാക്ക് ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഒറിജിനൽ പൈസ വെച്ച് കളിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം നേരുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും പുതിയ സ്ട്രാറ്റജികളുമായിട്ട് കാണാവുന്നതാണ്. താങ്ക് യു.